വയനാട്ടിൽ വനത്തിൽ അതിക്രമിച്ചു കയറിയ യൂട്യൂബർമാർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. കോഴിക്കോട് ചാലപ്പുറം സ്വദേശി സാഗർ ഉൾപ്പെടെ 7 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. അനുമതിയില്ലാതെ 5 ബൈക്കുകളിലായി വന്യജീവികൾ നിറഞ്ഞ വനത്തിനുള്ളിലൂടെ വീഡിയോ ചിത്രീകരിച്ച് യാത്ര ചെയ്തതിനാണ് കേസ്. ആന കാട്ടിന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഇലക്ട്രിക് ഷോക്കാണ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫോൺ അടിക്കരുത്, നല്ലോണം ശ്രദ്ധിച്ചിട്ട് പോവാ. കൊടും കാടിനകത്തേക്കാണ് നമ്മളിതാ കേറാൻ പോണത്. പകൽ സമയത്ത് പോലും കാട്ടാനയും മറ്റും വന്യജീവികളും ഇറങ്ങുന്ന ഒരു റോട്ടിലാണ് രാത്രി സമയത്ത് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണം നടന്നത്. ചേകാടിയിൽ നിന്ന് പുറത്തേക്കുള്ള വനപാത എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബൈക്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ രാത്രികാലത്ത് യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഒരു മേഖലയാണ്. ഏത് സമയത്തും വന്യജീവികൾ ഉണ്ടാകാം, കാട്ടാന അടക്കമുള്ള മൃഗങ്ങളുണ്ടാകാം. അവിടുത്തെ പ്രദേശവാസികളടക്കം വളരെ സൂക്ഷിച്ച്, ചേകാടി ഗ്രാമത്തിലെ ആളുകൾ പോലും വളരെ സൂക്ഷിച്ച് മാത്രമാണ് അതിലൂടെ യാത്ര ചെയ്യാറുള്ളത്, രാത്രികാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ വനത്തിൽ അതിക്രമിച്ച് കയറിയ ഇതിന് ശക്തമായ വകുപ്പുകൾ ഇട്ടാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിച്ചാൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വനംവകുപ്പിന്റെ ഈ നടപടി. കാരണം വയനാട്ടിലെ വനപാതകളിൽ പലയിടത്തും സഞ്ചാരികളുടെ ഭാഗത്തു നിന്ന് വന്യജീവികൾക്ക് നേരെ പ്രകോപനം ഉണ്ടാകാറുണ്ട്. സെൽഫി എടുക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ വാഹനം ഇരമ്പിച്ചും ഹോണടിച്ചും അതുപോലെ ലൈറ്റിട്ടുമൊക്കെ വന്യജീവികളെ പ്രകോപിപ്പിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത് പിന്നാലെ വരുന്ന മറ്റു വാഹനയാത്രക്കാർക്കോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്കോ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ആന കാട്ടു